ഞാനങ്ങനെ അപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ഒരേ സമയത്ത് സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചവരാണ്. പക്ഷേ അവളത് അച്ഛനോട് തുറന്നു പറഞ്ഞു, അവൾ നടിയാവണം എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഡയറക്ടറൊന്നും പറ്റില്ല, നീ വേണമെങ്കിൽ ടെക്നീഷ്യൻ ആയിക്കോളും, ഡയറക്ടർ പറ്റില്ല. കാരണം വെച്ചാൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രം പോലെയാണ്, അതിൽ നീന്താൻ അറിഞ്ഞാലേ പറ്റൂ. ചില ആൾക്കാർ തുഴഞ്ഞ് കുറേ കഴിയുമ്പോൾ നീന്തൽ പഠിക്കും, ചിലർ ഇറങ്ങുന്നത് തന്നെ ബട്ടർഫ്ലൈ ഇതായിരിക്കും ചെയ്യുന്നുണ്ടാവുക, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതായത് അസിസ്റ്റൻ്റ് മാത്രമല്ല, എനിക്ക് കിട്ടാവുന്ന എന്താ ജോലി അതൊക്കെ. ഞാൻ ആൽബങ്ങളിൽ ഡ്രൈവറായി പോയിട്ടുണ്ട്, പിന്നെ പ്രൊഡക്ഷനിൽ പോയിട്ടുണ്ട്, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. ഒന്നുമില്ല, സിനിമ പഠിക്കാനും ഉള്ളൊരാഗ്രഹം കൊണ്ടാണ്. കാരണം അച്ഛൻ വാസ് ഡെഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. അതുമാത്രമല്ല, വേറെ രസം എന്താ വെച്ചാൽ, അങ്ങനെ ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ പരിപാടി നിർത്താം, പഠിക്കൽ പരിപാടി നടക്കുന്നില്ല, മനസ്സിലായി. അത് മാത്രമല്ല, നമ്മുടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊന്നും ഒരിക്കലും പഠിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അറിവ് സമ്പാദിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അറിവ് നമുക്ക് എപ്പോഴും സമ്പാദിക്കാം. അങ്ങനെ SLC കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ പരിപാടി ഞാൻ നിർത്താം, ഇനി വേണ്ട, എനിക്കിതാണ് താല്പര്യം. അച്ഛൻ പറഞ്ഞു ഒരു പരിപാടി നടക്കില്ല, ഡിഗ്രി കഴിയുന്നവരെ പഠിച്ചേ പറ്റൂ. അങ്ങനെ ഡിഗ്രി കഴിയുന്നവരെ പഠിച്ചു. ஒவ்வொரு கொலையும் அவ்வளோ பக்காவா ஒரு எவிடன்ஸ் விடாம ஒரு ப்ரொஃபஷனல் மாதிரி பண்ணிட்டு இருக்கான் சார். போலீஸ்ல இருந்து பொலிட்டீஷியன் வரைக்கும் பொம்பளை பார்த்தா மயங்கிடுறாங்க ஐயா. நான் போட்ட கோட்டை தாண்டமான். ജയദേവൻ തമിഴ് ഫിലിം ഡയറക്ടറാണ്, മലയാളിയാണ്. കൂടുതൽ പരിചയപ്പെടുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ആക്ടർ ഭാവനയുടെ ബ്രദറാണ് ജയദേവ്. പട്ടണപ്പാക്കം എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. 2016 2018 റിലീസ് ചെയ്തിട്ടുള്ളൊരു തമിഴ് ഫിലിം. അതാണ് ആദ്യത്തെ ഫിലിം. വാൻകൂവറിൽ ഫിലിം മേക്കിംഗ് പഠിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഡോർ പറഞ്ഞിട്ടൊരു ഹൊറർ ഫിലിം തമിഴിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമസ്കാരം. ഡോർ ഇപ്പോൾ റീസെൻ്റ് റിലീസായതാണ്. തമിഴിൽ അത്യാവശ്യം നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഡോറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം, പിന്നെ തിരിച്ചു വരാം. തീർച്ചയായും. ദി ഡോർ എന്നുള്ളതൊരു സത്യം പറഞ്ഞ ഒരു ആക്സിഡൻ്റൽ മൂവിയാണ്. അതായത് വേറൊരു സിനിമയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷെ അത് പല ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് കുറച്ചൊന്ന് ഡിലേ ആയപ്പോൾ ഞാനും പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഭാവനയുടെ ഹസ്ബൻഡുമാണ് പ്രൊഡ്യൂസർ. ഭാവനയുടെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് നവീൻ രാജൻ എന്നാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളെല്ലാവരും ഒരു വലിയ സിനിമ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. വലിയ മീൻസ് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ കന്നഡയിൽ ശിവരാജ് കുമാർ ആയിരുന്നു ഹീറോ. അപ്പോൾ അദ്ദേഹത്തിനോട് കഥ പറഞ്ഞു, അദ്ദേഹത്തിന് കഥ ഇഷ്ടമായി. അങ്ങനെ നിൽക്കുമ്പോൾ ചില ടെക്നിക്കൽ സ്നാഗ് വന്നു, കുറച്ച് ഡിലേ വന്നപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ 3 പേരും കൂടി ആലോചിച്ചു നമുക്കൊരു എന്തുകൊണ്ട് ഭാവനനെ വെച്ചുകൊണ്ടൊരു സിനിമ ചെയ്തുകൂടാ. അപ്പോൾ തുടക്കത്തിൽ ആക്ച്വലി ഭാവന ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ ബഡ്ജറ്റിലൊരു സിനിമ ചെയ്യാമെന്നായിരുന്നു. പിന്നീട് അതിലൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആണ് എന്ന് നമ്മൾ ലോക്ക് ചെയ്തപ്പോൾ ദെൻ നമുക്ക് എന്തുകൊണ്ട് ഭാവനനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെയാണ് അങ്ങേര് പിക്ചറിൽ വന്നത്. അപ്പോൾ അത് ദി ഡോർ എന്നുള്ള പേരിൽ ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ മാർച്ച് 28 റിലീസായി. ഇല്ല, അങ്ങനെ ഒരു പെർട്ടിക്കുലർ റീസൺ ഒന്നുമില്ല. അതായത് പല കഥകൾ നോക്കി, പക്ഷേ ഹൊറർ സിനിമ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, 2-3 കഥകൾ പറഞ്ഞു. അപ്പോൾ അതിൽ കഥകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴും ത്രില്ലർ, അല്ലെങ്കിൽ ഇപ്പോൾ ത്രില്ലറുകളാണല്ലോ കൂടുതലും. അങ്ങനെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഒരു ഹൊറർ എന്നുള്ളൊരു കഥയിലേക്ക് എത്തിയതാണ്, അല്ലാണ്ട് നമ്മളൊരു ടെക്നിക്കലി അത് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വന്നതല്ല. അപ്പോൾ അങ്ങനെ ഹൊറർ സിനിമ ചെയ്തു, അതാണ്. ഇനി അത് മലയാളികൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ് സിനിമയാണ്. തമിഴ്നാട്ടിൽ മാത്രമേ റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. കന്നഡയിലേക്ക് ഇപ്പോൾ ആക്ച്വലി ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ റിലീസ് ചെയ്താൽ കന്നഡയിൽ വരും. കാരണം കന്നഡയിൽ ആക്ച്വലി ഭാവന ആസ് ആൻ ആർട്ടിസ്റ്റ് കുറച്ചും കൂടി വലിയ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇത് മലയാളികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ കുറച്ച് അഡ്വാൻസ് സിനിമകൾ കാണുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിഫറെൻറ്റ്, ശരിക്കും പറഞ്ഞാൽ ഹൊറർ എന്നല്ല പറയുക, അത് ശരിക്കും ഒരു ത്രില്ലറാണ്, ഒരു മർഡർ മിസ്റ്ററി ആണ്. പക്ഷെ അതിലൊരു പിഞ്ച് ഓഫ് എ ഹൊറർ ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ശരിക്കും ഒരു ഹൊറർ പടമല്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണിത് പ്രൊജക്റ്റ് ചെയ്തത് എന്ന് മാത്രം. അങ്ങനെയാണ് എൻ്റെ ഒരു സംഭവം. പക്ഷേ തമിഴ്നാട്ടിൽ ഇത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. യെസ്, അതെ. ഇനി അത് കണ്ടിട്ട് നമുക്ക് ഒരിക്കൽ കൂടി അതെ. എനിക്ക് തോന്നുന്നു പട്ടണപ്പാക്കത്തിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചിട്ട്. പട്ടണപ്പാക്കം ശരിക്കും പറഞ്ഞാൽ എഗെയിൻ ആദ്യം ഒരു സിനിമയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതൊരു ഒറിജിനൽ സ്ക്രിപ്റ്റാണ്, ഒറിജിനൽ കഥ, ഞാൻ തന്നെ കഥ, തിരക്കഥ എല്ലാം. അതെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്ക്രീൻ പ്ലേ.
അതിലൊരു ചാലഞ്ചിങ് ആസ്പെക്റ്റ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സിനിമയാണ്, പ്രത്യേക മൂഡുള്ള സിനിമയാണ്. ഇപ്പോൾ നമ്മുടെ പഴയ താഴ്വാരമൊക്കെ പോലൊരു സിനിമയാണത്. അത് പല പ്രൊഡ്യൂസർമാരെ കണ്ടു, പല ആർട്ടിസ്റ്റുകളെ കണ്ടു. സത്യം പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്ത പ്രൊഡ്യൂസറും ഇല്ല, ഇഷ്ടപ്പെടാത്ത ആർട്ടിസ്റ്റും ഇല്ല. പക്ഷെ അത് ചെയ്യാനായിട്ട് ആൾക്കാർക്കൊരു എന്താ പറയുക, ഒരു പേടി. മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈം ഡയറക്ടറല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരോട് സംസാരിച്ചു. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ സത്യം പറഞ്ഞാൽ പൃഥ്വിരാജിനോട് ഈ കഥ പറഞ്ഞു. പൃഥ്വിരാജിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജ് എന്നിട്ട് ഭാവനോട് ഒരിക്കൽ ഒരു പ്രത്യേക റസ്റ്റിക് ഫീലുള്ള ഒരു സിനിമയാണ് എന്നൊക്കെ പറയുന്നുണ്ടായി. പക്ഷേ അത് ചെയ്യാനുള്ള എന്താ പറയുക, ഒരു അല്ലെങ്കിൽ ഒരു ആർജവം അല്ലെങ്കിൽ ഒരു ധൈര്യം എന്തോ അവർക്കൊന്നും വന്നില്ല. ആർട്ടിസ്റ്റ് മാത്രമല്ല, ഇപ്പം നിവിൻ പോളിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇന്ദ്രജിത്തിന് ഭയങ്കര ഇഷ്ടമായൊരു സബ്ജക്റ്റാണ്, ഒരു പ്രത്യേക സബ്ജക്റ്റാണത്. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി നടക്കുമ്പോൾ പല പ്രൊഡ്യൂസർമാരിൽ ഒരു പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു, ലിസൺ, ഇതൊരു ഫസ്റ്റ് ടൈം പടം എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസർ ഒന്ന് ആലോചിക്കണം, ഫസ്റ്റ് ടൈം ഡയറക്ടറല്ലേ, അതുകൊണ്ട് നീ ആദ്യം ഒരു സാധാരണ ഒരു ചെറിയ സിനിമ ചെയ്യും, ദെൻ വി വിൽ ഡു ദിസ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ വെച്ചു എന്നാൽ ശരി. അങ്ങനെ എന്ത് സംഭവിച്ചു, വേറൊരു കഥ എന്നാലോചിച്ചപ്പോൾ പെട്ടെന്നൊരു കഥ മൈൻഡിൽ വന്നില്ല. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ മുന്നോട്ട് വന്നു, വി വിൽ ഡു എ റീമേക്ക് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് റീമേക്കാണ്, പട്ടണപ്പാക്കം എന്നുള്ള റീമേക്കാണ്. അത് ഈ അടുത്ത കാലത്തുനിന്നൊരു സിനിമ ഉണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് സിനിമയാണ്. ആ സിനിമയാണ് പട്ടണപ്പാകമായത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് തമിഴ് ഫ്ലേവർ അതിലേക്ക് ആഡ് ചെയ്തു. അത് മാത്രമല്ല, കലയരസൻ എന്നൊരു ഹീറോ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സിനിമ വന്നല്ലോ, അതിൽ ലോറി ഡ്രൈവറായിട്ട് കലയരസൻ അഭിനയിച്ചിട്ടുണ്ട്. കലയരസൻ്റെ ആക്ച്വലി ആദ്യത്തെ ഹീറോ സിനിമ നമ്മുടെയാണ് കലയരസൻ്റെ. അത് സംസാരിക്കുമ്പോൾ കലയരസൻ മദ്രാസ് കഴിഞ്ഞ് നിൽക്കേണ്ടായിരുന്നു. കാരണം കലയരസൻ എനിക്കതിന് മുമ്പ് അറിയാം. കാരണം ഞാൻ മുഖംമൂടി എന്നുള്ള സിനിമയിൽ കോ ഡയറക്ടറായിരുന്നു മിഷ്കിൻ സാറിൻ്റെ. അതിൽ കലയരസൻ ഹീറോൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് കലയരസനായിട്ടൊരു കണക്ഷനുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഹീറോ പടം ചെയ്യുന്നു. പിന്നീട് അത് പക്ഷേ പടം 2015 തുടങ്ങിയാലും അതും ഒരു ഫ്ലഡിൻ്റെ സമയത്താണ് തുടങ്ങിയത്. തമിഴ്നാട്ടിലൊരു ഫ്ലഡ് ഉണ്ടായി ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് തുടങ്ങിയത്. അത് പക്ഷേ പിന്നീട് റിലീസായപ്പോഴേക്കും 2018 അപ്പോഴേക്കും കലയരസൻ 10ഓളം ഹീറോ ആയിട്ട് 10ഓളം സിനിമകൾ ചെയ്തു. പക്ഷേ നമ്മുടെ സിനിമയായിരുന്നു ആദ്യത്തെ സിനിമ സപ്പോസ് ടു ബി. അപ്പം നമ്മൾ അത് പിന്നീട് എന്ത് സംഭവിച്ചു, ആ ഒറിജിനൽ സ്ക്രിപ്റ്റ് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഇപ്പോൾ സിനിമയാക്കുകയാണ്. അദ്ദേഹം അതെൻ്റെ സ്ക്രിപ്റ്റ് വാങ്ങിച്ചു, അദ്ദേഹം അതിപ്പോൾ സിനിമയാക്കുകയാണ്. അങ്ങനെ 2 പടം കഴിഞ്ഞു, 3ാമത്തെ പടമായിട്ട് ഇപ്പോൾ അത് അതിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നു. ഇത് അവിടെ വൻ ഹിറ്റാണ് പട്ടണപ്പാക്കം. ഇപ്പോൾ ഹിറ്റ് എന്ന് പറഞ്ഞാലേ ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അത് റിലീസായത് ഒരു 2 വർഷത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ട സിനിമയാണ്. അത് മാത്രമല്ല, ഇന്ന് വസന്ത് ടി വിയിൽ അത് ഹയസ്റ്റ് TRP റേറ്റിംഗ് ഉള്ള സിനിമയാണ്. പക്ഷേ ഞാൻ പറഞ്ഞാൽ അതിന് ഞാൻ ക്രെഡിറ്റ് എടുക്കില്ല. കാരണം അത് മുരളി ഗോപി എന്നൊരു റൈറ്ററിൻ്റെയും അരുൺകുമാറിനും മുരളി ഗോപിക്ക് അവകാശപ്പെട്ട ക്രെഡിറ്റാണ് അത് ഞാൻ കുറച്ച് കടമെടുത്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഉണ്ട്. അതിൽ മനോജ് കെ ജയൻ ഉണ്ടായിരുന്നു, പിന്നെ ഛായ സിംഗ് ഓഫ് കോഴ്സ് മലയാളിയല്ല, പക്ഷെ എന്നാലും മലയാളികൾക്ക് പരിചയമുള്ള ഒരാളാണ് ഛായ സിംഗ്. അപ്പോൾ ഛായ സിംഗ് ഉണ്ട്. അതെ അങ്ങനെ കുറച്ചധികം ആർട്ടിസ്റ്റുകൾ മലയാളത്തിലുണ്ട്. ഒരു പ്രത്യേക ഒരു വെഞ്ചറായിരുന്നു. കാരണം ഏകദേശം 19ഓളം മേജർ ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ അന്ന് കാലത്ത് അതൊരു സംഭവമായിരുന്നു ആ സിനിമ. കാരണം അത്രയും, അത് മാത്രമല്ല, സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോകേഷിൻ്റെ ആദ്യത്തെ സിനിമ വന്നല്ലോ, ആ സിനിമയുടെ കൂടെ ഇറങ്ങേണ്ടതായിരുന്നു നമ്മുടെ. അങ്ങനെ വന്നിരുന്നെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് സിനിമയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മൾട്ടിപ്പിൾ സ്റ്റോറി ലൈൻ പോകുന്ന സിനിമകൾ തമിഴിൽ പൊതുവേ ഉണ്ടാവാറില്ല. പക്ഷേ എഗെയിൻ നമ്മുടെ ഒരു എന്താ പറയുക, സമയമാണല്ലോ എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു 2 വർഷം തള്ളിപ്പോയിട്ടാണ് റിലീസായത്. പക്ഷേ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടു. കലയരസൻ എന്നെ വിളിച്ചു. കലയരസൻ പറഞ്ഞു കലയരസൻ്റെ കരിയറിൽ 3-4 നല്ല പടങ്ങളിൽ നമ്മുടെ ഒരു പടം അതിലൊരാളാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം. വാൻകൂവറിൽ ഫിലിം പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് അതിനും ഒരു പശ്ചാത്തലം ഉണ്ടാവുമല്ലോ. അതെ. അതെങ്ങനെയാണ്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാനും ഭാവനയും വളരെ ചെറുപ്പം മുതലേ സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചവരാണ്. അവളൊരു നടിയാവണമെന്ന് ആഗ്രഹിച്ചു, ഞാനൊരു സംവിധായകനാകണമെന്ന് ആഗ്രഹിച്ചു. കാരണം അന്നൊക്കെ സംവിധാനം എന്താണെന്ന് സത്യം പറഞ്ഞാൽ വലിയ പിടുത്തൊന്നുമില്ല. ഞാൻ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഒരു സിനിമ ഫാമിലി ആയതുകൊണ്ട് ഞാൻ വളരെ എളുപ്പത്തിൽ വന്നതൊന്നുമല്ല. ഞാൻ പട്ടിണി കിടന്ന് പണ്ടാറടങ്ങിയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ മലയാളത്തിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ നമ്മളൊരു കോൺസെപ്റ്റ് പറഞ്ഞു കഴിയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്രൊഡ്യൂസറുണ്ട്, ഒരു ഓഡിയൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മറ്റ് ഇൻഡസ്ട്രികളിൽ പോകും തോറും ഇൻഡസ്ട്രിയുടെ വലുപ്പം കാരണം നമ്മൾ ഒരാളെ കൺവിൻസ് ചെയ്താൽ പോരാ, നമ്മൾ ഇനിയും കുറച്ചധികം ആൾക്കാരെ കൺവിൻസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒരു ചാലഞ്ചാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ ഇൻഡസ്ട്രിയാണ്, വലിയ ആർട്ടിസ്റ്റുകളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ വലിയ ക്യാൻവാസാണ്. അപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ഒരേ സമയത്ത് സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചവരാണ്. പക്ഷേ അവളത് അച്ഛനോട് തുറന്നു പറഞ്ഞു, അവൾ നടിയാവണം എന്ന് പറഞ്ഞു.
ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഡയറക്ടറൊന്നും പറ്റില്ല, നീ വേണമെങ്കിൽ ടെക്നീഷ്യൻ ആയിക്കോളും, ഡയറക്ടർ പറ്റില്ല. കാരണം വെച്ചാൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രം പോലെയാണ്, അതിൽ നീന്താൻ അറിഞ്ഞാലേ പറ്റൂ. ചില ആൾക്കാർ തുഴഞ്ഞ് കുറേ കഴിയുമ്പോൾ നീന്തൽ പഠിക്കും, ചിലർ ഇറങ്ങുന്നത് തന്നെ ബട്ടർഫ്ലൈ ഇതായിരിക്കും ചെയ്യുന്നുണ്ടാവുക, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതായത് അസിസ്റ്റൻ്റ് മാത്രമല്ല, എനിക്ക് കിട്ടാവുന്ന എന്താ ജോലി അതൊക്കെ. ഞാൻ ആൽബങ്ങളിൽ ഡ്രൈവറായി പോയിട്ടുണ്ട്, പിന്നെ പ്രൊഡക്ഷനിൽ പോയിട്ടുണ്ട്, പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. ഒന്നുമില്ല, സിനിമ പഠിക്കാനും ഉള്ളൊരാഗ്രഹം കൊണ്ടാണ്. കാരണം അച്ഛൻ വാസ് ഡെഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. അതുമാത്രമല്ല, വേറെ രസം എന്താ വെച്ചാൽ, അങ്ങനെ ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ പരിപാടി നിർത്താം, പഠിക്കൽ പരിപാടി നടക്കുന്നില്ല, മനസ്സിലായി. അത് മാത്രമല്ല, നമ്മുടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊന്നും ഒരിക്കലും പഠിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അറിവ് സമ്പാദിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അറിവ് നമുക്ക് എപ്പോഴും സമ്പാദിക്കാം. അങ്ങനെ SLC കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ പരിപാടി ഞാൻ നിർത്താം, ഇനി വേണ്ട, എനിക്കിതാണ് താല്പര്യം. അച്ഛൻ പറഞ്ഞു ഒരു പരിപാടി നടക്കില്ല, ഡിഗ്രി കഴിയുന്നവരെ പഠിച്ചേ പറ്റൂ. അങ്ങനെ ഡിഗ്രി കഴിയുന്നവരെ പഠിച്ചു. +2 കഴിയുന്നവരെ ഞാൻ സ്കൂളിൽ പഠിച്ചു. +2 കഴിഞ്ഞപ്പോൾ ഞാൻ സൺഡേ ബാച്ചിന് പോയി, കാരണം അപ്പോൾ ഞാൻ ജോലി ചെയ്തിരും. അപ്പോൾ എൻ്റെ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരാൾ അസിസ്റ്റ് ചെയ്യുക, എന്നിട്ട് പോകാം. പക്ഷേ അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അച്ഛൻ വിളിക്കും ഡയറക്ടറെ, എന്നിട്ട് പറയും അവനെ അതൊന്നും നിർത്തരുത്, നിങ്ങൾ വിചാരിക്കണമല്ലോന്നല്ല. അപ്പോൾ ഡയറക്ടർ എന്നെ പിടിച്ചവിട്ടി പുറത്താക്കും. കാരണം അച്ഛനെ അവർക്ക് നല്ലപോലെ അറിയാം, മനസ്സിലായില്ലേ? അപ്പോൾ അച്ഛൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിങ്ങനെ പറയുന്നു എന്നുള്ളതല്ലോ, വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പിന്നീട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നാട് വിട്ടു പോയതാണ് ചെന്നൈയിലേക്ക്, മനസ്സിലായില്ലേ? നാട് വിട്ടു പോയെന്ന് പറഞ്ഞാൽ ഒളിച്ചോടി പോയതൊന്നുമല്ല. ശരി, എന്നാൽ ഇവിടുന്ന് ശരി. അപ്പോൾ ഞാൻ എന്തിനും ബോംബെയിൽ പോയി വർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ശരി ഇനിയിപ്പോൾ ഇതിവിടെ നിന്നിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ പറ്റില്ല, എന്നാൽ ഇനി ഫിലിം സ്കൂളിൽ പോവുക, ഇതാണ് ഉദ്ദേശം. അങ്ങനെ ഞാൻ പൂനെയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അവർ പറയുകയാണ് ഫിസിക്സ് വേണം, ഫിസിക്സ് പഠിക്കാം, ഫിസിക്സ് മനസ്സിലാക്കാം. എന്നെക്കൊണ്ട് ഫിസിക്സ് പരീക്ഷ എഴുതിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് അവരോട് ചോദിക്കും ചെയ്തു, എന്തിനാണ് ഫിസിക്സിൻ്റെ ആവശ്യം എന്താണ്? ക്യാമറാമാന് ഫിസിക്സ് ശരിയാണ്, പക്ഷേ ഇപ്പോൾ പൂനെയിൽ ഫിസിക്സ് നിർബന്ധമില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു ഇന്ന്, മനസ്സിലായി. അപ്പം അന്ന് ഞാൻ ആരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഫിസിക്സ്, എൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ പക്ഷെ അന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ അത് തെളിയിച്ചാലേ ആ കഴിവ് അങ്ങനെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, ഒരാളുടെ അറിവ് വേറെ, എഡ്യൂക്കേഷൻ വേറെ, ആ വ്യത്യാസം. അപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അച്ഛനാണെങ്കിൽ ഫിലിം സ്കൂളിൽ പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ അന്ന് ഞാൻ വിഷ്വൽ എഫക്ട്സ് പഠിച്ചിരുന്നു. അത് ഞാൻ ഓൾറെഡി ഫോട്ടോഷോപ്പും അറിയാം, എനിക്ക് അങ്ങനെയുള്ള ഡിസൈൻ സംഭവങ്ങൾ അറിയാം, 3D വിഷ്വൽ എഫക്ട്സ് ഒക്കെ അറിയാം. വിഷ്വൽ എഫക്ട്സിൻ്റെ ഹയർ സ്റ്റഡീസ് പറഞ്ഞിട്ട് ഞാൻ കാനഡയിലേക്ക് പോയി. അപ്പോൾ അമേരിക്കയിലാണ് ശ്രമിച്ചത്, ബിക്കോസ് ഹോളിവുഡ് അവിടെ അല്ലേ, അതുകൊണ്ട് അമേരിക്കയിൽ ശ്രമിച്ചു. പക്ഷെ അന്നൊന്നും നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുമില്ല. അപ്പോൾ അന്നാണെങ്കിൽ ഇതുപോലെ ഇൻ്റർനെറ്റ് ഇല്ല, ഒന്നുമില്ല, നമ്മൾ കാഫേയിൽ പോയിട്ട് കുത്തിരിക്കണം. അപ്പോൾ കാഫേയിൽ പോയി മണിക്കൂറുകളോളം ഇരുന്ന് റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാൻകൂവർ ഫിലിം സ്കൂൾ എന്നൊരു സംഭവമുണ്ട്. അമേരിക്കയിലേക്ക് ട്രൈ ചെയ്തപ്പോൾ അമേരിക്കയിൽ വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അമേരിക്ക എന്നുള്ള പരിപാടി ഡ്രോപ്പ് ചെയ്തിട്ട് കാനഡയായി. അപ്പോൾ വാൻകൂവർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹോളിവുഡാണ്. സെക്കൻഡ് ഹോളിവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിവുഡിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോസ് ഏഞ്ചലസ് കഴിഞ്ഞ്, അല്ലെങ്കിൽ ന്യൂയോർക്ക്, ഷിക്കാഗോ, ലോസ് ഏഞ്ചലസ് കഴിഞ്ഞാൽ ഫ്ലോറിഡ, ഇത്രയും 4 ലൊക്കേഷൻസ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹോളിവുഡ് എന്ന് പറയുന്നത് വാൻകൂവറാണ്. അങ്ങനെ വാൻകൂവർ ഫിലിം സ്കൂളിൽ പഠിച്ചു. അതൊരു വർഷത്തെ പ്രോഗ്രാമാണ്. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1 വർഷത്തെ കോഴ്സാണെങ്കിലും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി 6 മണി വരെ ക്ലാസ്സാണ്. അപ്പോൾ 2 വർഷത്തെ പ്രോഗ്രാമാണ് 1 വർഷത്തേക്ക് അവർ കണ്ടൻസ് ചെയ്ത് തരണേ. ഭയങ്കര ഒരു ഇതാണ്. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അവരുടെ പെർസ്പെക്റ്റീവ് തന്നെ വേറെയാണ്, നമ്മുടെ പെർസ്പെക്റ്റീവ് വേറെയാണ്. അങ്ങനെ അവിടെ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. അവിടെ ഏകദേശം ഒരു 7 to 8 സിനിമകളിൽ, അവിടുത്തെ ലോക്കൽ ഇംഗ്ലീഷ് പ്രൊഡക്ഷനുകളിൽ അവിടെ വർക്ക് ചെയ്തു. പലതായിട്ട്, കോൺസിയർജായിട്ട്, ക്രൗഡ് കൺട്രോൾ, ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അങ്ങനെ അവിടെ സിനിമയിൽ വർക്ക് ചെയ്യാനുള്ളൊരു അവസരവും കിട്ടി. അത് കഴിഞ്ഞിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ അറിയുന്നത് വിഷ്വൽ എഫക്ട്സിന് പഠിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് ഫിലിം മേക്കിംഗ് കോഴ്സ് ചെയ്തിരിക്കും. അച്ഛന് മനസ്സിലായി വിഷ്വൽ എഫക്ട്സ് അല്ല പഠിക്കുന്നത്, മനസ്സിലായി. അതോടുകൂടി എന്നെ ഫിനാൻഷ്യലി അങ്ങനെ കട്ട് ചെയ്തു. പിന്നെ ഞാൻ അവിടെ 2 ജോലി ചെയ്തിട്ടൊക്കെയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ഫീസ് അങ്ങനെ അടച്ചു, പക്ഷെ എന്നാലും അവിടുത്തെ നോർമൽ ചിലവ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ഹിന്ദിയിൽ പോയി വർക്ക് ചെയ്തു, ബോംബെയിൽ പോയി വർക്ക് ചെയ്ത് തേരാപ്പാര നടന്ന് ഇതൊക്കെ ചെയ്താൽ നോക്കി. അങ്ങനെ ആ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ചെറിയ പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, പടം ചെയ്യാൻ ഞാൻ റെഡിയാണ്. പക്ഷെ നമ്മളൊരു പ്രൊഡ്യൂസർ എടുത്ത് ചെല്ലുമ്പോൾ അവരാദ്യം ചോദിക്കുന്നത് ആരോട് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തത് എന്നുള്ളതാണ്. നമ്മളെവിടെ പോയി പഠിച്ചാലും അതൊന്നും സത്യം പറഞ്ഞ വിഷയമല്ല. ഇന്ന് കുഴപ്പമില്ല, പക്ഷെ അന്നൊന്നും അത് പറ്റില്ല. അങ്ങനെ ഞാൻ അതൊരു പടം പ്ലാൻ ചെയ്തു. പടം പ്ലാൻ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഡിലേ ആയി.
ഫിലിം സ്കൂൾ കഴിഞ്ഞ് വന്നൊരു ചെക്കൻ അവനെ കൊണ്ട് പടം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെ ഇന്ന് നേരെ തിരിച്ചാണ്. ഫിലിം സ്കൂളിൽ കഴിഞ്ഞ് വന്നാൽ അതെ. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ഇതിൻ്റെ ഇടയിലാണ് ഞാനൊക്കെ ഉണ്ടായിട്ടുള്ളത് ജില്ലയിൽ. അപ്പോൾ അത് അവിടെ നിന്ന് പുറപ്പെടും ചെയ്ത് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ മനസ്സിലായില്ലേ. അങ്ങനെ അവിടെ വർക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടി. കാരണം പടത്തിൽ കയറാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇൻഡസ്ട്രിയിൽ കയറാനുള്ള ബുദ്ധിമുട്ട്. അവിടെ എന്നിട്ട് ഈ അച്ഛൻ്റെ ഒരു സുഹൃത്ത് അവിടെ വെച്ച് എന്നെ കാണുകയും എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് ഇത് ശ്രമിക്കുന്നത്, അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ എന്തിനു ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലായി. അവിടെ വെച്ചിട്ട് എന്നോട് ചേട്ടനെ പോലെ ഞാൻ കരുതുന്ന ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞു, നീ തമിഴിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അന്ന് തമിഴിൽ എനിക്ക് ആരും അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ റോഷൻ ആൻഡ്രൂസിനെ വിളിച്ചു. റോഷൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, റോഷൻ ചേട്ടൻ അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഞാൻ, അങ്ങനെയാണ്. അങ്ങനെ ഞാൻ കാസിനോയിൽ ഒന്ന് ജോയിൻ ചെയ്തു. ബോളിവുഡിൽ നിന്ന് വിട്ടു കാസിനോയിൽ ഒന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ അന്നൊക്കെ സത്യം പറഞ്ഞാൽ ഭാവന തമിഴ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് കുറച്ച് ഡയറക്ടേഴ്സിനൊക്കെ ഇങ്ങനെ അറിയാം. അങ്ങനെ കാസിനോവിലത്തെ സത്യം പറഞ്ഞാൽ ഫുൾ ബാക്ക്ഗ്രൗണ്ട് പാസിങ് എൻ്റെയാണ്. അങ്ങനെ പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ റോഷൻ ചേട്ടനെ വിളിച്ചിട്ട് അത് ശരിയില്ല, അവനെ നിർത്തരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അന്ന് പക്ഷേ റോഷൻ ചേട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ലിസൺ, നീ ചെറുതോ വലുതോ 10-20 പടത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞു, നീ പടം ചെയ്യാൻ നോക്ക്, അല്ലാണ്ട് നിൻ്റെ തലയിൽ ആ സാധനം ഉണ്ട്, പക്ഷെ അത് പടം ചെയ്യാം, അല്ലാണ്ട് നീ ഇനി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് തപ്പിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാൻ തമിഴിൽ ആർക്കണ്ണൻ എന്നൊരു സാറുണ്ട്, അദ്ദേഹത്തിനോട് കുറച്ചൊരു പാച്ച് ചെയ്തു. ലിംഗുസ്വാമി സാറിനോട് ചെറിയ പാച്ച് ചെയ്തു. അങ്ങനെ പാച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു പടം പ്രോപ്പറായിട്ട് ചെയ്യണം. കാരണം ഓഫ് കോഴ്സ് മേ ബി അത് മാത്രമല്ല, മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഭാവനയുടെ കൂടെ പല സെറ്റിലും പോകുമ്പോൾ പല ഡയറക്ടർമാരോട് സംസാരിക്കാനും കൂടുതൽ പഠിക്കാനും മനസ്സിലായി. ചില സെറ്റുകളൊക്കെ ഞാൻ തന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നടന്നിട്ടുണ്ട്, ഇവിടെയുള്ള ഒരുപാട് സെറ്റിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പഠിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഞാൻ അവസാനം ഭാവനോട് എന്ന് പറഞ്ഞു, ഇങ്ങനൊരു അവസ്ഥയിലാണ് ഞാൻ എന്ത് ചെയ്യും, അച്ഛൻ വിളിച്ച് ബ്ലോക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യും, മിഷ്കിൻ സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്യും. അങ്ങനെ ഞാൻ നേരെ ചെന്നൈയിലേക്ക് തലമുട്ട് പോയി. അപ്പോൾ 2010 മുതൽ ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു ഒരു 2 വർഷം. മുഖംമൂടി എന്നുള്ള സിനിമയിൽ ഞാൻ കോ ഡയറക്ടറാണ്. അപ്പോൾ 2010 മുതൽ ഞാൻ അവിടെ ഉണ്ട്. അവിടെ ആ സിനിമ ഈ സിനിമ എന്നൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് പ്രൊഡ്യൂസർമാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായത്, നീ ആരുടെ അസിസ്റ്റൻ്റാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ മിഷ്കിൻ സാറിൻ്റെ അസിസ്റ്റൻ്റാണ്, റോഷൻ ആൻഡ്രൂസിൻ്റെ അസിസ്റ്റൻ്റാണ്. മനസ്സിലായി. അപ്പോൾ അതൊരു ക്രൂഷ്യലാണ്. ഇന്ന് അതിന് വലിയ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ഒരുപാട് പേരും പടപടപടയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, പക്ഷെ അന്ന് അതിനൊരു പ്രസക്തി ഉണ്ട്. മനസ്സിലായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വർക്ക് കഴിഞ്ഞു, ഞാൻ പടം പിടിക്കാൻ ഇറങ്ങിയപ്പോൾ അടുത്ത ചലഞ്ചായി. നമ്മൾ പ്രൊഡ്യൂസറെ പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കഥ പറയും, അത് ആ പ്രൊഡ്യൂസർക്ക് ഇഷ്ടാവില്ല, നമ്മളടുത്ത ആ പ്രൊഡ്യൂസർക്ക് വേണ്ടി കഥ മാറ്റും, വേറെ പ്രൊഡ്യൂസർ, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് അവസാനം ഞാൻ മമ്മൂക്കയുടെ ഫ്രണ്ടിലെത്തി. മമ്മൂക്കയുടെ കൂടെ ഒരു 2.5 മാസം ട്രാവൽ ചെയ്തു, കഥ പറഞ്ഞു. അപ്പോൾ അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ പറയുന്നത് ഈ മറ്റേ മധുരരാജ പോലെയുള്ള അല്ലെങ്കിൽ മറ്റേ പോക്കിറ്റ് രാജ പോലെയുള്ള കഥകളാണ്. അന്ന് മമ്മൂക്ക അത് ചെയ്യാൻ തയ്യാറല്ല. അന്ന് മമ്മൂക്ക കുറച്ച് ഡീസൻറ്റ് സിനിമകൾ ചെയ്യുന്ന ആളാണ്. പിന്നീട് വൈശാഖ് എന്നുള്ള ഡയറക്ടർ വന്നപ്പോൾ പോക്കിറ്റ് രാജൊക്കെ അദ്ദേഹം ചെയ്തു. മനസ്സിലേ. അപ്പം ഞാൻ അന്ന് പ്ലാൻ ചെയ്തത് ഒരു പ്രത്യേക പടം, ഇതുപോലൊരു ഫൈറ്റ് പടമാണ്. പക്ഷെ അന്ന് നമുക്ക് പറഞ്ഞത് ഇതൊന്നും നടക്കണ കേസല്ല, നിന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. മനസ്സിലെ, നീ അങ്ങനെ ഒരു എനിക്ക് പറ്റുന്ന കഥ കൊണ്ടുപോകാം. അപ്പോൾ കഥ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നും അതൊരു ഓപ്പണാണ്. അതിൻ്റെ മറ്റൊരു രസമുണ്ട്, പിന്നീട് ഞാൻ സിനിമ ചെയ്തപ്പോൾ ആദ്യമായിട്ട് പടത്തിൻ്റെ ട്രെയിലർ കാണിച്ചു കൊടുത്തത് മമ്മൂക്കയ്ക്കാണ്. മനസ്സിലല്ലേ. അപ്പം മമ്മൂക്കയുടെ അനുഗ്രഹം എന്നും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ആദ്യത്തെ സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നത്. ആ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ട് അത് പല ആർട്ടിസ്റ്റോട് പറയുന്നു, കേൾക്കുന്നവർക്കൊക്കെ ഇഷ്ടമാവുന്നു. പക്ഷേ ആർട്ടിസ്റ്റ് റെഡിയാകുമ്പോൾ പ്രൊഡ്യൂസർ റെഡിയാവില്ല, പ്രൊഡ്യൂസർ റെഡിയാകുമ്പോൾ ആർട്ടിസ്റ്റ് റെഡിയാവില്ല. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ തള്ളി അങ്ങനെയാണ് അവസാനം പട്ടിണപ്പാക്കം എന്നൊരു സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ പട്ടിണപ്പാക്കം എന്നുള്ളത് ആക്ച്വലി ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. നമ്മളിപ്പോൾ തൃശ്ശൂർ ചേർപ്പ് അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന പോലൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. പണ്ട് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സമയത്ത് ചെന്നൈനെ അന്ന് പറഞ്ഞിരുന്നത് പട്ടണം എന്നാണ്. അത് പട്ടണം, സിറ്റിയാണ്. മനസ്സിലായി. അപ്പോൾ ആ സിറ്റിയുടെയും അതായത് അവിടെ അടയാർ റിവറിൻ്റെ സൗത്ത് സൈഡ് ഫ്രഞ്ചും നോർത്ത് സൈഡ് ബ്രിട്ടീഷുമാണ്. അപ്പോൾ അടയാറിൻ്റെ യൂസ്റ്ററിയുടെ അടുത്തുണ്ടായിട്ടുള്ള ഒരു ലെറ്റ്സ് എ എക്സ്റ്റീരിയർ ഓഫ് എ സിറ്റിയാണ് പട്ടിണപ്പാക്കം എന്നുള്ള സ്ഥലം. അതിന്നുണ്ട്. അത് ക്രൈമിന് ഭയങ്കര പേര് കേട്ടതാണ്. അത് മാത്രമല്ല അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈമിനും അവിടെ പേര് കേട്ടതാണ്. സെയിം സമയത്ത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സാധാരണ ഫിഷർമാനും ഉള്ള സ്ഥലമാണ്. അതുമാത്രമല്ല ദ മോസ്റ്റ് പവർഫുൾ
സൺ ടി വി അല്ലെങ്കിൽ അങ്ങനെയുള്ള DMK ഇങ്ങനെയുള്ള സംഭവങ്ങളുള്ള സ്ഥലമാണ് പട്ടണപ്പാക്കം. ഇത് ഒരു പ്രത്യേക കോമ്പിനേഷനുള്ള സ്ഥലമാണ് പട്ടണപ്പാക്കം. അപ്പോൾ പട്ടണപ്പാക്കം ബേസിക്കലി ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ സിറ്റിയിലേക്കുള്ള വഴിയാണ് അത്, മനസ്സിലായി. ഇപ്പം ഞാൻ സിറ്റിയിലേക്ക് വരുന്ന പോലെ, മനസ്സിലായി. അങ്ങനെ ഒരു സംഭവം, അതാണ് പട്ടണപ്പാക്കം എന്നുള്ള പേര്. അപ്പോൾ പട്ടണപ്പാക്കത്തിൽ പ്രത്യേകത അതാണ്. പട്ടണപ്പാക്കം എന്നുള്ള സിനിമയുടെ പ്രത്യേകത ഇതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും വലിയ കോടീശ്വരനും ഏറ്റവും താഴെ കിടക്കുന്ന ഒരാളും തമ്മിലുള്ള ഒരു സത്യം പറഞ്ഞാൽ ഒരു മെർജിങ് പോയിൻറ്റും കൂടിയാണ് ആ സിനിമ, മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണ് പട്ടണം. അതും ഈ പറഞ്ഞ പോലെ പല സ്ട്രഗിളും പല കാര്യങ്ങൾ പ്രൊഡ്യൂസർ 4 വട്ടം മാറി. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു മാജിക് സംഭവിച്ചു. ഇതിൻ്റെ ഇടയിൽ അച്ഛന് മനസ്സിലായി ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ്. അങ്ങനെ അച്ഛനൊരു പോയിന്റിൽ സഹായിച്ചു തുടങ്ങി, മനസ്സിലായി. അച്ഛൻ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അന്വേഷിക്കാനൊക്കെ തുടങ്ങി. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി എല്ലാ ട്രയലുകളും കടന്ന് പ്രൊഡ്യൂസറൊക്കെ ശരിയാക്കി വന്നിട്ട് അച്ഛനോട് പറയാൻ നിൽക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛനോട് എനിക്കിത് ഒരിക്കലും പറയാൻ പറ്റിയില്ല. ഞാൻ സിനിമ പിടിക്കാൻ പോവുകയാണെന്നോ ഞാൻ നാളെ ഡയറക്ടർ ആവുകയാണെന്നോ എനിക്ക് പറയാൻ പറ്റിയില്ല. അതിനി ലൈഫ് ലോങ് ഇനി പറ്റില്ലല്ലോ എന്തായാലും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. കാരണം അങ്ങേരുടെ മുമ്പിൽ കാണിക്കണം അല്ലെങ്കിൽ അങ്ങേരുടെ മുമ്പിൽ പടം പിടിക്കണമെന്ന് കാണിച്ച സംഭവം ഇനി ഒരിക്കലും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. അങ്ങനെ പട്ടണപ്പാക്കം പിടിച്ചു. പല സ്ട്രഗിൾസ് കഴിഞ്ഞ് അത് റിലീസായി 2018 റിലീസായപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണി ഇന്ത്യയുടെ അവർ ഡയറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഏക സിനിമയാണ് പട്ടണപ്പാക്കം, മനസ്സിലായി. അത് ആദ്യത്തെ സിനിമയാണത്. അപ്പോൾ സോണി ഇന്ത്യ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അന്നൊരു എന്താ പറയുക, ഓക്കെ ലെറ്റ്സ് ഡൂ ദിസ് എന്നുള്ള ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കിത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമ. അങ്ങനെ അത് വസന്ത് TV എന്നുള്ള ഇതിൽ എടുത്തവർ അവരെ സംബന്ധിച്ച് ഇന്ന് ഹയസ്റ്റ് TRP റേറ്റിംഗ് ഉള്ള സിനിമയാണ് പട്ടണപ്പാക്കം, മനസ്സിലായി. അത് വസന്ത് TVക്ക് അത് ഇന്നും ഒരു ഭയങ്കര അത് എനിക്കൊരു എന്താ പറയുക കുറച്ച് സന്തോഷമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നീട് രണ്ടാമത്തെ സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നു. അതിനുവേണ്ടി സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ 2018 കഴിഞ്ഞിട്ട് ബേസിക്കലി 20-21 ആയപ്പോഴേക്കും കൊറോണയായി. 20 കൊറോണ തുടങ്ങി. ഐ തിങ്ക് 20 തുടങ്ങിയെന്ന് തോന്നുന്നു. മാർച്ച് 20 തുടങ്ങി അല്ലേ. അപ്പോൾ 2018 നവംബറിലൊക്കെയാണ് പടം റിലീസ് ചെയ്തത്. നവംബറിലാണ് പട്ടണപ്പാക്കം റിലീസ് ചെയ്തത്. അന്നാണെങ്കിൽ എനിക്ക് തിയേറ്ററിൽ നിന്നത് കാണാനും പറ്റിയില്ല. ഞാൻ ഖത്തറിലായിരുന്നു. അപ്പോൾ ഖത്തറിലല്ല, മറ്റേ ഒമാനിലായിരുന്നു. എനിക്ക് കാണാനും പറ്റില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ എന്താ പറയുക, അതിന് കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ രസകരമായ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്, അത് വേറെ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പട്ടണപ്പാക്കം ഇറങ്ങി അടുത്ത സിനിമയിലുള്ള ശ്രമങ്ങൾ തുടങ്ങി. അങ്ങനെ തുടങ്ങി നിൽക്കുമ്പോഴാണ് കൊറോണ വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 to 7 months കൊണ്ട് അടുത്ത സ്ക്രിപ്റ്റ് റെഡിയാക്കി. ഇതിനിടയിൽ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് തമിഴിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് തന്നു. ഇത് ശരിയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഡയറക്ടറുടെ സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റ് ആ ആർട്ടിസ്റ്റ് വായിച്ചപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അത് നേരെയാകാൻ പറ്റുന്നില്ല. അങ്ങനെ അത് ഞാനിരുന്ന് ശരിയാക്കിയിട്ട് അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് മാത്രമല്ല ഇപ്പോഴും ഇപ്പോൾ രാജനൊക്കെ പറയുന്ന സ്ഥിരം സംഭവമാണ്, അത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റാണ് അത്രേ അങ്ങനെ പറയുന്ന ഒരു സംഭവം. അത് ഓൾറെഡി ഒരു അഡാപ്റ്റേഷനാണ്, പക്ഷെ എന്നാലും അത് നന്നായി ചെയ്തിരുന്നു. അങ്ങനെ ഒരു 2-3 പേർക്ക് സ്ക്രിപ്റ്റ് തന്നെ ഇതുപോലെ കറക്ഷൻ കൊടുക്കുക, സ്ക്രിപ്റ്റ് എഴുതുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ചെയ്തു. പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ 2020 ആയപ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ ചെയ്തു. സ്ക്രിപ്റ്റ് എഴുതി ആർട്ടിസ്റ്റോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന കൊറോണ വരുന്നത്. അപ്പോൾ ഈ കൊറോണ വന്നപ്പോൾ കയ്യിൽ കാശില്ലാത്തൊരവസ്ഥ വന്നു. അത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ വിചാരിച്ച സ്ക്രിപ്റ്റ് അതെടുത്ത് വിറ്റു. അതെൻ്റെ ഒരു സുഹൃത്ത് തന്നെ, വേറെ നല്ല ഡയറക്ടറാണ്. അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് വിറ്റു. അപ്പോൾ ഇന്ന് അദ്ദേഹം ആ സിനിമ ആക്കുകയാണ്. അതൊരു പ്രത്യേക സിനിമയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതി. അത് അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റാണ്. അത് ശിവരാജ് കുമാറിനോട് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നു. ശിവരാജ് കുമാർ ചില ടെക്നിക്കൽ സംഭവങ്ങൾ ഒന്ന് ഡിലേ ആയപ്പോഴാണ് ദി ഡോർ ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ജേണി. അടുത്തത് ഇനി സത്യം പറഞ്ഞല്ലേ ഞാൻ പ്ലാൻ ചെയ്യുന്നതൊന്നും അവസാനിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിടിക്കാൻ ഉദ്ദേശിച്ച സിനിമയല്ല ഞാൻ പിന്നീട് പിടിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല സ്ക്രിപ്റ്റുകൾ നമ്മുടെ വഴിക്ക് വരികയാണ്, നല്ല പ്രൊഡ്യൂസർമാർ നമ്മുടെ വഴിക്ക് വരികയാണെങ്കിൽ ചെയ്യുക. ഓഫ് കോഴ്സ് എനിക്ക് ചില പ്ലാനുകളുണ്ട്, എനിക്ക് ഈ സിനിമ ആക്കണമെന്നുണ്ട്, എനിക്ക് ഇങ്ങനൊരു കഥ സിനിമയാക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നു അത് എന്താണ് പറയുക, എപ്പോഴാണ് സിനിമ ആവുക എന്നുള്ളത് എനിക്കല്ല. കാരണം എല്ലാ സിനിമയ്ക്കും സിനിമാക്കാരനും നമ്മൾ ഓരോരുത്തർക്കും എന്താ പറയുക ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു തലവരയുണ്ടല്ലോ. അപ്പോൾ ആ സമയത്താകുമ്പോഴേ നടക്കുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപാവലി എന്നൊരു സിനിമയുണ്ട്, തമിഴ് സിനിമ. ലിംഗുസ്വാമിയാണ് പ്രൊഡ്യൂസ് ചെയ്ത പടം.
അവർ ആ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ, ആ സ്ക്രിപ്റ്റ് പടം റിലീസാവുന്നതിന് 8 വർഷം മുമ്പാണ് ആ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ആ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അന്ന് ജയം രവി സിനിമയിലില്ല, ഭാവന സിനിമയിലില്ല. പിന്നീട് ഈ സിനിമയാവുമ്പോൾ ജയം രവി സ്റ്റാറാണ്, ഭാവന സ്റ്റാറാണ്. ആ സിനിമ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ഇൻ ജയം രവിസ് കരിയർ, ഭാവനാസ് കരിയർ. അപ്പോൾ അന്ന് ലിംഗസ്വാമി സാർ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ക്രിപ്റ്റിനൊരു ഫേറ്റ് ഉണ്ട്, ആ സമയത്ത് അത് സിനിമയാവുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനെ 2-3 അനുഭവങ്ങളുണ്ടായപ്പോൾ അപ്പോൾ ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് സമയം വരികയാണെങ്കിൽ ഐ ഹോപ്പ് അത് സിനിമയാവും എന്ന് വിചാരിക്കും. ഇതാണ് എൻ്റെ. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളാണ് ലൈഫ്, കോംപ്ലിക്കേഷൻ ഇല്ല. അതാണ് എൻ്റെ സംഭവം. അവിടെ ഇരുന്നിട്ട് മലയാളം ഫിലിംസ് കാണാറുണ്ടാവില്ല? ഓ, കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ ഇൻ ദ ലാസ്റ്റ് 5-7 ഇയേഴ്സ്. അതെങ്ങനെയാണ് കാണുന്നത്? അതായത് സത്യം പറഞ്ഞാൽ ഞാനൊരു സിനിമേനെ വിശകലനം ചെയ്യുന്ന ഒരു ആളല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി സിനിമ ഇസ് ഡിഫറെൻറ്റ്. സിനിമയെക്കുറിച്ച് നമ്മളിപ്പോൾ പൊതുവെ മലയാളികൾ അതിൻ്റെ പെർഫോമൻസസിനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അതെ, ഒരുവിധം ഇപ്പോഴുള്ള ആക്ടേഴ്സൊക്കെ നല്ല പെർഫോമൻസാണ്. ദേവനൊരു ഫിലിമിനെ ഏത് രീതിയിലാണ് അതിൻ്റെ ടെക്നിക്കൽ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ടുള്ളതും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാൾ, പഠിച്ചിട്ടും കൂടിയുള്ള ഒരാൾ ഒരു സിനിമ എങ്ങനെയാണ്, ലൈക്ക് വാട്ട് ഇസ് എ ഗുഡ് ഫിലിം? ഇല്ല, ഗുഡ് ഫിലിം എന്ന് പറഞ്ഞാൽ ഫോർ മീ, എന്നെ സംബന്ധിച്ച് വ്യത്യാസം ഉണ്ടാവും. ഗുഡ് ഫിലിം എന്ന് പറഞ്ഞാൽ ഇഫ് ഐ ആം എൻ്റർടൈൻഡ് ഇറ്റ്സ് എ ഗുഡ് ഫിലിം ഫോർ മീ. അപ്പോൾ ചിലപ്പോൾ എനിക്കതിൽ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ഫൈറ്റ് ആയിരിക്കും. ആ ഫൈറ്റ് എൻ്റെ മനസ്സിൽ നിൽക്കും. ചിലപ്പോൾ ഒരു സീനായിരിക്കും ഭയങ്കര രസമടിച്ചിട്ടുണ്ടാവും, എനിക്കത് ഫൈറ്റിൽ എൻ്റെ മനസ്സിൽ നിൽക്കും. അപ്പോൾ എനിക്കങ്ങനെയാണ് എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഞാനത് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ സിനിമ ഞാൻ പോയിരുന്നു കാണും, മനസ്സിലായി, എന്നിട്ട് ഞാൻ എൻജോയ് ചെയ്യും. കാരണം എനിക്ക് എക്സ്പെക്റ്റേഷൻ ഇല്ല. ഞാൻ എക്സ്പെക്റ്റേഷൻ കൊണ്ടല്ല സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ എന്നേക്കാൾ സ്മാർട്ടാണോ സിനിമാക്കാരെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം വെച്ചാൽ ഒരുപാട് ഓഡിയൻസ് ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഓഹോ, എന്നേക്കാൾ സ്മാർട്ടാണോ നീ എന്നൊക്കെയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ചെല്ലുന്നത് ഒരു ഓഡിയൻസ് ആയിട്ടാണ്, ഒരു സാധാരണ ഓഡിയൻസ് ആയിട്ട് ചെല്ലുന്നു, സിനിമ കാണുന്നു. എനിക്കിഷ്ടമായോ ഇഷ്ടമായി, മനസ്സിലായി. ഇപ്പോൾ സൂര്യയുടെ സിനിമ വന്നു, മറ്റേ ഈ അടുത്ത് റെട്രോയിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. ചില കാര്യങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, സത്യമാണ്. പക്ഷേ എന്ന് വെച്ച് നല്ലതും പറയണ്ടേ. അപ്പം ഞാനൊരു ഓഡിയൻസ് ആയിട്ടാണ് സിനിമ കാണുന്നത്. എനിക്ക് ഓഡിയൻസ് ആയിട്ട്, ഓഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ലോ ക്ലാസ് ഓഡിയൻസ് ആയിട്ടാണ് ഞാൻ സിനിമ കാണുക. എനിക്കതിഷ്ടം, മനസ്സിലായി. എനിക്ക് 2-2.5 മണിക്കൂർ കണ്ടിരിക്കാൻ കൊള്ളാട്ടാ എന്ന് പറഞ്ഞാൽ ഐ ആം ഹാപ്പി. ഞാനൊരിക്കലും സിനിമേനെ വിശകലനം ചെയ്യുന്ന കീറി മുറിക്കുന്ന ആളല്ല, എനിക്കിഷ്ടമല്ല. ഞാൻ സയൻസ് ലാബിലല്ലല്ലോ പോയിരിക്കുന്നത്, തിയേറ്ററിലല്ലേ. അതാണ്. ഓൺ ദ അതർ സൈഡ് ഒരു സിനിമയെ പഠിക്കാന്നുള്ളൊരു ഇതുണ്ടല്ലോ, തീർച്ചയായും അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ്, അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്? അതായത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ മറ്റേ പണ്ട് ഹിസൈനസ് അബ്ദുള്ളത്തെ ഡയലോഗ് പറയുന്ന പോലെ പറയാം. അതായത് ഇതൊരു വലിയ കടലാണ് സിനിമ എന്ന് പറയുന്നത്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയല്ല, എൻ്റർടൈൻമെൻറ്റ്. അതായത് ഒരു മനുഷ്യനെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂമങ്കസ് ടാസ്ക്, മനസ്സിലായി. അത് ഒരിക്കലും നമുക്കത് ചെറുതായി കാണാൻ പറ്റില്ല. അതൊരു മാജിക്കാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആ മാജിക്കിൻ്റെ സ്റ്റേജിൻ്റെ പുറത്തുനിന്ന് മാജിക് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് എനിക്ക്. ഒരു സമയം, ഒരു നാളെ ഞാൻ മാജീഷ്യനാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോഴത് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, മനസ്സിലായി. ഞാനൊരു ഭയങ്കര ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു സംഭവം അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്യാവുന്ന രീതിയിലൊന്നും ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ ഞാനതൊന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്നും അതിൻ്റെ ക്രാഫ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്, മനസ്സിലായില്ലേ. അതിനുള്ള ശ്രമത്തിലാണ്. അതെനിക്ക് പഠിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ ഇത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. റീമേക്ക് ശരിക്കും പറഞ്ഞത് റീമേക്കാണ്, പട്ടണപ്പാക്കെന്നുള്ള റീമേക്കാണ്. അത് ഈ അടുത്ത കാലത്തുനിന്നൊരു സിനിമ ഉണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ്സ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നെ കൊണ്ടുപോയി കാണിച്ച സിനിമ അപൂർവ സഹോദരങ്ങൾ എന്നുള്ള സിനിമയാണ്. പക്ഷേ എനിക്കത് തിയേറ്ററിൽ കണ്ട ഒരു ഓർമ്മയില്ല, കാരണം ഞാൻ വളരെ കൊച്ചുകുട്ടിയാണ്. പക്ഷേ എനിക്ക് സിനിമയിൽ തിയേറ്ററിൽ പോയി കണ്ടു എന്ന് ഓർമ്മയുള്ള സിനിമ ഉണ്ട്. ദ ലാസ്റ്റ് എംപറർ എന്നൊരു സിനിമ ഉണ്ട്. അത് ചൈനീസ് സിനിമയാണ്, ബെർണാഡ് ബെർട്ടലുച്ചിയുടെ സിനിമയാണ്. ആ സിനിമ ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ കണ്ടു. ആ വിഷ്വൽ തലയിൽ കയറി, മനസ്സിലായി, വിഷ്വൽ തലയിൽ കയറി. അങ്ങനെ എൻ്റെ ഒരു അമ്മാവൻ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പലപ്പോഴായി ഇങ്ങനെ ഇറങ്ങുന്നു. ഞാൻ ആലോചിക്കുന്നത് ഏതാ സിനിമ, ഇത് ഞാൻ എവിടെ കണ്ടു. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ആ സിനിമ, മനസ്സിലായി. പിന്നീട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം കണ്ട സിനിമ അതാണ്. പിന്നീട് ഞാൻ അതിൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ കയ്യിൽ ഇന്ന് ആ സിനിമ ഉണ്ട്. കാരണം എൻ്റെ കോപ്പി കിട്ടാനില്ല, എവിടെയും കിട്ടാനില്ല, എല്ലാ സിനിമ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതിൽ ബെർണാഡോ ബെർട്ടലുച്ചി അതിൽ ഒരു സൈക്കിൾ, അതായത് എംപററെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറുടെ സൈക്കിളിന് പച്ച കളർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഏതോ ഒരു റിവ്യൂവിൽ വായിച്ചു
പച്ച കളർ മീൻസ് നോളജ്. അതുകൊണ്ടാണ് ബെർട്ടലുച്ചി സൈക്കിളിന് പച്ച കളർ കൊടുത്തത്. പക്ഷെ ഞാനത് കാണുമ്പോൾ ഞാനൊരു കൊച്ചുകുട്ടിയാണ്, മനസ്സിലല്ലേ. എനിക്കതിൽ പച്ച കളറോ മഞ്ഞയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊണ്ടാണ് പച്ച കളർ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അതെന്നെ സംബന്ധിച്ചൊരു മാജിക്കാണ് ഉണ്ടാക്കിയത്. എനിക്ക് അതേ ഓർമ്മയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ സിനിമയാണെങ്കിലും ഒരാളുടെ മനസ്സിൽ ആ മാജിക് ക്രിയേറ്റ് ചെയ്താൽ ആ സിനിമ എന്നേക്കുമായി നിൽക്കും. അതിൽ ഡയറക്ടർ ആസ് എ ഡയറക്ടർ ബെർട്ടലുച്ചി ചിലപ്പോൾ അതിന് പച്ച കളർ കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ റെഡ് കളർ കൊടുത്തിട്ടുണ്ടാവും. അത് ആക്ച്വലി ഒരു സാധാരണ ഓഡിയൻസ് സംബന്ധിച്ച് ഇറ്റ് ഡസൻറ്റ് മാറ്റർ, മനസ്സിലായില്ലേ. അതൊക്കെ ഹൈ ലെവൽ റിവ്യൂവേഴ്സിനും ഹൈ ലെവൽ സിനിമ ആണെന്നവർക്കോ അതുള്ളൂ. സാധാരണക്കാരന് എന്താണ് എന്ത് പച്ച കളർ, എന്ത് റെഡ് കളർ, മനസ്സിലായില്ലേ. അപ്പോൾ സിനിമ എൻജോയ് ചെയ്യാനുള്ളതാണ് സിനിമ. അവിടെ പോയിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് പോയി സിനിമ ഉണ്ടാൽ ഏതൊരു കൂറ സിനിമയും ശരിക്കും നല്ല പടം പൊട്ടപ്പടം ഇല്ല. വെൽ മെയ്ഡ് ഫിലിം, നോട്ട് വെൽ മെയ്ഡ് ഫിലിം, ഇത്രയേ ഉള്ളൂ. ഇതിന് പല കാരണങ്ങളുണ്ട്, ഡയറക്ടറെ മാത്രം കുറ്റം കൊണ്ടൊന്നുമല്ല, പല കാരണങ്ങളുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സിനിമ വീണ്ടും തിയേറ്ററുകളിൽ പോയി നല്ല സിനിമയാണോ പൊട്ട സിനിമയാണോ എന്ന് അന്വേഷിക്കാതെ സിനിമ കാണുന്ന സംസ്കാരം ഇനി ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. താങ്ക് യു വെരി മച്ച്.